ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടി സ്ക്വയർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടി സ്ക്വയർ, ഇതാണ് ടി സ്ക്വയർ, നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ടി സ്ക്വയറിൽ പ്രധാനമായും ഒരു വെർട്ടിക്കൽ പോർഷനും ഒരു ഹൊറിസോണ്ടൽ പോർഷനുമാണ് ടി സ്ക്വയറിലുള്ളത്. വെർട്ടിക്കൽ പാർട്ടും ഹൊറിസോണ്ടൽ പാർട്ടുമാണ് ടി സ്ക്വയറിലുള്ളത്. ഹൊറിസോണ്ടൽ പാർട്ടിനെ ബ്ലേഡ് എന്ന് പറയുന്നു. ഹൊറിസോണ്ടൽ പാർട്ടിനെ ബ്ലേഡ് എന്ന് പറയുന്നു. വെർട്ടിക്കൽ പാർട്ടിനെ സ്റ്റോക്ക് എന്ന് പറയുന്നു. സ്റ്റോക്ക് അല്ലെങ്കിൽ വേറൊരു പേരൂടെ ഉണ്ട്, സ്റ്റോക്ക് ഓർ ഹെഡ് എന്ന് പറയുന്നു. വെർട്ടിക്കൽ പാർട്ടിനെ സ്റ്റോക്ക് ഓർ ഹെഡ് എന്ന് പറയുന്നു. ഹൊറിസോണ്ടൽ പാർട്ടിനെ ബ്ലേഡ് എന്ന് പറയുന്നു. ഇനി ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇവിടുത്തെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ഹൊറിസോണ്ടൽ പാർട്ടിൽ ഇവിടെയായിട്ട് നമുക്കൊരു വർക്കിംഗ് എഡ്ജ് കൂടെ നമുക്ക് കാണാൻ കഴിയും. അത് വർക്കിംഗ് എഡ്ജ് ബിവൽഡ് ആയിരിക്കും. ഇപ്പോൾ ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജ് ബിവൽഡ് എന്ന് അറിയപ്പെടുന്നു. ഈ വെർട്ടിക്കൽ പോർഷനാണ് നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ എബണി വർക്കിംഗ് എഡ്ജിൽ ഫിക്സ് ചെയ്തിട്ട് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടി സ്ക്വയറിൽ ഹൊറിസോണ്ടൽ പോർഷൻ ബ്ലേഡാണ്, വെർട്ടിക്കൽ പോർഷൻ ഹെഡ് എന്ന് പറയും, സ്റ്റോക്ക് എന്നും പറയും. ടി സ്ക്വയറിലെ ഈ ബ്ലേഡ് എന്നറിയപ്പെടുന്ന ഈ പോർഷൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ടി സ്ക്വയറിൻ്റെ ലെങ്ത് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ലെങ്ത് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ബ്ലേഡിൻ്റെ ലെങ്ത് അനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ടി സ്ക്വയർ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ബ്ലേഡ് ലെങ്ത്. ടി സ്ക്വയർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബ്ലേഡ് ലെങ്ത് വെച്ചിട്ടാണ്. വെർട്ടിക്കൽ സൈഡ് നോൺ ആസ് സ്റ്റോക്ക് ഓർ ഹെഡ്. വെർട്ടിക്കൽ സൈഡിനെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് എന്ന് അറിയപ്പെടുന്നു. ഹൊറിസോണ്ടൽ സൈഡിനെ ബ്ലേഡ് എന്നറിയപ്പെടുന്നു. യൂസ്ഡ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ്. അപ്പോൾ ടി സ്ക്വയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനാണ്. ടി സ്ക്വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജിനെ ബിവൽഡ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, ഡ്രോയിങ് ബോർഡിനും ഡ്രോയിങ് ഷീറ്റിനും എല്ലാത്തിനും ഓരോ സൈസ് ഉണ്ടായിരുന്നു. അതുപോലെ ടി സ്ക്വയറിനും അതിൻ്റേതായ സൈസ് ഉണ്ട്. ടി സ്ക്വയറിൻ്റെ സൈസ് നമുക്ക് നോക്കാം. T0, T1, T2, T3 എന്നിങ്ങനെ 4 തരമായിട്ടാണ് ടി സ്ക്വയറിൻ്റെ സൈസ് പറയുന്നത്. അതിലാദ്യത്തത് T0യുടെ സൈസ് 1500 ± 10 mm. അത് ഈ 1500 എന്ന് പറയുന്നത് ബ്ലേഡിൻ്റെ ലെങ്താണ്. അതായത് ഹൊറിസോണ്ടൽ പോർഷനായ ബ്ലേഡിൻ്റെ ലെങ്താണ് 1500 ± 10 mm. mmലാണ് മെഷർമെൻറ്റ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്ത് 1500 ± 10 mm. ദെൻ T1 ടി സ്ക്വയറിൻ്റെത് 1000 ± 10 mm. ദെൻ T2 ടി സ്ക്വയറിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 700 ± 5 mm. T3 ടി സ്ക്വയറിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് 500 ± 5 mm ആണ്. T0, T1, T2, T3 ഈ 1500, 1000, 700, 500 ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഡ്രോയിങ് ബോർഡിൻ്റെ ലെങ്താണ്. D0 ഡ്രോയിങ് ബോർഡിൻ്റെ ലെങ്ത് 1500 × 1000/25 ആണ്. അതിലുള്ള 1500 ആണ്. അതേപോലെ D1 ഡ്രോയിങ് ബോർഡിൻ്റെ ലെങ്ത് 1000 ആണ്. അത് വെച്ചിട്ടാണ് ഈ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സെറ്റ് സ്ക്വയർ ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. സെറ്റ് സ്ക്വയർ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് എക്സെപ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ്. സെറ്റ് സ്ക്വയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ഒഴികെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനാണ് സെറ്റ് സ്ക്വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ടി സ്ക്വയർ ആണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പോയിൻറ്റ്സ് ഒക്കെ നിമി ബേസ്ഡ് പോയിൻ്റ് ആണ്. സോ ഒന്നുകൂടെ, അപ്പോൾ സെറ്റ് സ്ക്വയർ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഓൾ സ്ട്രെയിറ്റ് ലൈൻ എക്സെപ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ. സെറ്റ് സ്ക്വയർ ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ മൾട്ടിപ്ലസ് ഓഫ് 15 degree. These angles can be constructed by using the combination of 2 set square or by using 1 T square and set square. അതായത് സെറ്റ് സ്ക്വയർ 15 ഡിഗ്രി ആംഗിളിൻ്റെ മൾട്ടിപ്പിൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് 1-2 സെറ്റ് സ്ക്വയർ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ടി സ്ക്വയറും ഒരു സെറ്റ് സ്ക്വയറും ഉപയോഗിക്കും. സെറ്റ് സ്ക്വയർ പ്രധാനമായിട്ടും നമുക്കറിയാം 2 തരം സെറ്റ് സ്ക്വയർ ഉണ്ട്. ആദ്യത്തത്
45 ഡിഗ്രി സെറ്റ് സ്ക്വയർ 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉള്ളതുകൊണ്ട് 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയറും ഉണ്ട്. അതിൽ 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് 25 സെൻറ്റിമീറ്റർ. 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് 25 സെൻറ്റിമീറ്റർ. അത്രയാണ് സെറ്റ് സ്ക്വയർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടർ നമുക്കറിയാം ആംഗിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു ഡ്രോ ആംഗിൾസ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ബൈ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ പറ്റാത്ത ഡ്രോയിങ്സ് സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ കഴിയാത്ത ആംഗിൾസ് വരയ്ക്കാനാണ് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് ഓഫ് പ്രൊട്രാക്ടർ 1 ഡിഗ്രി. ലീസ്റ്റ് കൗണ്ട് ഓഫ് പ്രൊട്രാക്ടർ 1 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ നമുക്ക് 2 തരമുണ്ട്. 0 ഡിഗ്രി ടു 180 ഡിഗ്രി പ്രൊട്രാക്ടർ ഉണ്ട്. 0 ഡിഗ്രി ടു 360 ഡിഗ്രി പ്രൊട്രാക്ടർ ഉണ്ട്. ഇത് 0 ഡിഗ്രി ടു 180 ഡിഗ്രി പ്രൊട്രാക്ടറാണ് സെമി സർക്കുലർ പ്രൊട്രാക്ടർ. മറ്റത് സർക്കുലർ പ്രൊട്രാക്ടറാണ്. അപ്പോൾ ഇത്രയാണ് പ്രൊട്രാക്ടർ എന്ന ടോപ്പിക്കിലുള്ളത്.